Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിനും അതുപോലെ തന്നെ 2025 ജാനുവരിയിൽ നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിനും പല ഷിഫ്റ്റുകളിലായിട്ട് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following were measures initiated by Lord Auckland? സോ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ലോർഡ് ഒക്ലാൻഡ്, അദ്ദേഹം ഒരു പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ ആരാണ് ലോർഡ് ഒക്ലാൻഡ്, അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആരാണ് ലോർഡ് ഒക്ലാൻഡ് എന്ന് ആദ്യം നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം കേട്ടോ. ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത്, ലോർഡ് ഒക്ലാൻഡ് succeeded Lord Bentinck as India's Governor General. He was appointed as the Governor General in the year 1836. He served from 1836 to 1842. അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ 1836 മുതൽ 1842 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഒരു ഗവർണർ ജനറൽ ആയിരുന്നു ആര്, ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹം സെർവ് ചെയ്തത് ലോർഡ് ബെന്റിക്കിന് ശേഷമാണ്. He focused on expanding higher education in India, particularly in the presidencies of Calcutta, Madras and Bombay. Lord Auckland advocated for the use of vernacular languages in education, recognizing their importance in reaching a wider audience. He advocated for the use of local languages in schools while promoting English for higher education. ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഹയർ എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വെർനാക്കുലർ ലാംഗ്വേജസിലുള്ള എഡ്യൂക്കേഷൻ അതിനെയാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. എന്താണ് ഈ വെർനാക്കുലർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്? വെർനാക്കുലർ ലാംഗ്വേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ ഓർഡിനറി പീപ്പിൾ ഇൻ എ പെർട്ടിക്കുലർ കൺട്രി, ഒരു റീജിയൻ. അതായത് ഒരു പെർട്ടിക്കുലർ കൺട്രിയിലോ ഒരു റീജിയനിലോ അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ നമുക്ക് മദർ ടങ് എന്ന് പറയാം. അപ്പോൾ ആ മദർ ടങ്ങിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് മദർ ടങ്ങിലാണ്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ലോർഡ് ഒക്ലാൻഡ് എന്ത് കൊടുത്തിരുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അത് എന്തുകൊണ്ടാ വെച്ചാൽ നമുക്കറിയാം, ആദ്യത്തെ ഇപ്പോൾ ലോർഡ് ഒക്ലാൻഡിന് മുന്നേ നമ്മൾ പറഞ്ഞു ലോർഡ് ബെന്റിക്കിനെ പറ്റി പറഞ്ഞു. അപ്പൊ അദ്ദേഹമൊക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ ഒരുപാട് പേർക്കൊന്നും എന്തറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ എന്താണ് വെർനാക്കുലർ ലാംഗ്വേജസിൽ കൊടുക്കുമ്പോൾ കൂടുതൽ പേരെന്നെ എന്ത് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷനിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വൈഡർ ഓഡിയൻസിലേക്ക് എന്ത് കിട്ടും, ഒരു റീച്ച് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ലോർഡ് ഒക്ലാൻഡ് എന്ത് ചെയ്തത്, വെർനാക്കുലർ ലാംഗ്വേജസിലുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്തത്, പ്രൊമോട്ട് ചെയ്തത്. ഹി അഡ്വക്കേറ്റഡ് ഫോർ ദ യൂസ് ഓഫ് ലോക്കൽ ലാംഗ്വേജസ് ഇൻ സ്കൂൾസ്. സ്കൂൾ ലെവലിൽ ലോക്കൽ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് എന്ത് യൂസ് ചെയ്തിരുന്നത്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, Auckland expanded opportunities for the professional training which he believed were essential for India's progress. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിനും അദ്ദേഹം എന്ത് കൊടുത്തിരുന്നു, ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. He managed to secure funding to support the English colleges established under Bentinck policy while also ensuring the continued existence of traditional Oriental colleges. സോ അദ്ദേഹത്തിന് മുന്നേ ഭരിച്ചിരുന്ന, നമ്മളിപ്പോൾ പറഞ്ഞു ബെന്റിക് എന്ന് പറയുന്ന ലോർഡ്, അപ്പൊ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് കോളേജുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ എന്ത് സപ്പോർട്ട് ചെയ്തിരുന്നു, ഓറിയന്റൽ കോളേജസ്. ആ ഒരു ടേം ശ്രദ്ധിക്കണേ, ഓറിയന്റൽ കോളേജസിനെയും സപ്പോർട്ട് ചെയ്തിരുന്നു. Consequently, he increased the educational grant for the Orientalists, gave primacy to Oriental studies, increased the number of scholarship for these studies and made arrangements for printing and publication of Oriental works. അതായത് ഓറിയന്റൽ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ഗവർണർ ജനറൽ ആയിരുന്നു ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത്. എന്താ ഈ ഓറിയന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? It refers to the education that teaches about one's Eastern culture, languages, lifestyle, people and its history. അതായത് ഓറിയന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈസ്റ്റേൺ കൾച്ചറിനാണ്, വെസ്റ്റേൺ അല്ല, ഈസ്റ്റേൺ കൾച്ചർ, അതായത് നമ്മുടെ കൾച്ചറിന് തന്നെ. ഓക്കെ, അപ്പോൾ അവിടെ കൂടുതലായിട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത് ഓറിയന്റൽ ലാംഗ്വേജസിലാണ്, അതായത് നമ്മുടെ മദർ ടങ്. അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജസ് ആയ സാൻസ്ക്രിറ്റ് യൂസ് ചെയ്തിരുന്നു. അതുപോലെ അറബിക്കും പേർഷ്യൻ ലാംഗ്വേജസ് ഒക്കെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി എന്താ ഓറിയന്റലിസം എന്ന് പറയുന്നത്? ഇറ്റ് മീൻസ് ടു അറ്റൈൻ പ്രൊഫഷൻസി ഇൻ ഈസ്റ്റേൺ ആർട്സ് ആൻഡ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പൊ ലോർഡ് ഒക്ലാൻഡ് ആണ് അദ്ദേഹമാണ് ഓറിയന്റൽ എഡ്യൂക്കേഷന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. While his tenure is often remembered for the Afghan war. അപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അഫ്ഗാൻ വാർ എന്ന് പറയുന്നത് നടക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചുരുക്കി പറയാൻ വേണ്ടി സാധിക്കുന്നത് ഓറിയന്റൽ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഓറിയന്റൽ എഡ്യൂക്കേഷൻ? അതുപോലെ തന്നെ ഓറിയന്റൽ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ഗവർണർ ജനറൽ ആയിരുന്നു ആര്? ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഓറിയന്റൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? എഡ്യൂക്കേഷണൽ ഗ്രാൻഡ്സ്, ഓറിയന്റലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഗ്രാൻഡ്സ് കൂടുതൽ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഓറിയന്റൽ സ്റ്റഡീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നമ്പർ ഓഫ് സ്കോളർഷിപ്പ് എന്നുള്ളത് കൂടുതൽ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ മെയ്ഡ് അറേഞ്ച്മെന്റ്സ് ഫോർ പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ഓറിയന്റൽ വർക്ക്സ്. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് were measures initiated by Lord Auckland? അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് guaranteed the maintenance of oriental colleges. അത് കറക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. സെക്കൻഡ് വൺ, പബ്ലിക്കേഷൻ ഓഫ് യൂസ്ഫുൾ വർക്ക്സ് ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ ഓറിയന്റൽ ലാംഗ്വേജസ്. ഓറിയന്റൽ ലാംഗ്വേജസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെ, അതും കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. തേർഡ് ഓപ്ഷൻ, സെലക്ഷൻ ഓഫ് certain places for establishing central colleges for highest instruction. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർത്ത് വൺ, ക്ലോഷർ ഓഫ് കോളേജ് ലൈബ്രറി. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അബോളിഷൻ ഓഫ് സ്റ്റുഡന്റ് സ്കോളർഷിപ്പ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ബി സി ആണ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ 1 എ ബി സി ഓൺലി, അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇപ്പൊ ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് പ്രൊപ്പോണൻസിന്റെ നെയിമാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 കുറച്ച് ഇനീഷ്യേറ്റീവ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് 1 തന്നിരിക്കുന്നത് എ ലോർഡ് ഡാൽഹൌസി, ബി ആനി ബെസൺ, ലോർഡ് കേഴ്സൺ, ലോർഡ് ഒക്ലാൻഡ്. ഇനി ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് തന്നിട്ടുള്ളത് സപ്പോർട്ട് ടു ഓറിയന്റൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മോറൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ റിഫോം ആൻഡ് കൺട്രോൾ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ലോർഡ് ഒക്ലാൻഡിനെ പറ്റി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഹി സപ്പോർട്ട് ടു ഓറിയന്റൽ എഡ്യൂക്കേഷൻ ആണ് അല്ലേ. ഹി സപ്പോർട്ടഡ് ഓറിയന്റൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഡി എന്ന് പറയുന്നത് ലിസ്റ്റ് 2 1 ആണ് വരിക. അപ്പോൾ ഡി 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ കൂടി ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, സെക്കൻഡ് 1 ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ബാക്കി പ്രൊപ്പോണൻസ് നോക്കാം. ലോർഡ് ഡാൽഹൌസി എന്ന് പറയുന്നത് അദ്ദേഹം കണക്ട് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ടാണ്. ഓക്കെ, ആനി ബെസൺ റിലേറ്റഡ് ടു മോറൽ എഡ്യൂക്കേഷൻ. ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത് റിഫോം ആൻഡ് കൺട്രോൾ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതുപോലെ ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത് സപ്പോർട്ട് ടു ഓറിയന്റൽ എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതിനെല്ലാം പറ്റിയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലോർഡ് ഡാൽഹൌസി എന്ന് പറയുമ്പോൾ ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് എൻകറേജിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ലോർഡ് ഡാൽഹൌസി കണക്ട് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേമുമായിട്ടാണ്. ഇൻ ഇന്ത്യ പെർട്ടിക്കുലർലി ത്രൂ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജസ് ആൻഡ് റെയിൽവേസ് ഫോർ ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. അത് എന്തുകൊണ്ടാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹമാണ് ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് കോളേജസ്, അതുപോലെ റെയിൽവേസ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹി നോൺ ഫോർ അഡ്വാൻസിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ത്രൂ റെയിൽവേസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രോജക്ട്സ്. ഓക്കെ, ബട്ട് ലോർഡ് ഡാൽഹൌസി റിലേറ്റ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ടാണ്. ഇനി അടുത്ത ആനി ബെസന്റ് ആണ്. എ പ്രൊമിനന്റ് തിയോസോഫിസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോമർ, എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ആനി ബെസന്റ് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് മോറൽ എഡ്യൂക്കേഷൻ ആയിട്ടാണ്. ഓഫൻ ഇന്റഗ്രേറ്റിംഗ് ഇറ്റ് within her education and social initiatives, integrated ethical and moral instruction into her educational initiatives influencing educational values. Okay, Annie Besant, moral education. Next one, Lord Curzon ആണ്. Lord Curzon introduced major reforms in higher education in India, aiming to control and regulate universities to improve standards, align them with British educational policies. His policies were instrumental in shaping higher education and regulation in India, such as the establishment of the Indian Universities Act 1904. അപ്പോൾ 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വരുന്നത് ലോർഡ് കേഴ്സൺ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ്. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ലോർഡാണ് ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ യൂണിവേഴ്സിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ പോളിസീസ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ലോർഡ് കേഴ്സൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 അത് വരുന്നത്. ഓക്കെ, ഇനി ലോർഡ് ഒക്ലാൻഡ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു ലോർഡ് ഒക്ലാൻഡിനെ പറ്റിയിട്ട്. സോ അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടഡ് ഓറിയന്റൽ എഡ്യൂക്കേഷൻ. ലോർഡ് ഒക്ലാൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഓറിയന്റൽ എഡ്യൂക്കേഷൻ ആയിട്ടാണ്. പ്രൊമോട്ടിംഗ് ദ സ്റ്റഡി ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ട്രഡീഷണൽ നോളജ് സിസ്റ്റം. സപ്പോർട്ടഡ് ക്ലാസിക്കൽ എഡ്യൂക്കേഷൻ, പ്രൊമോട്ടിംഗ് ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ട്രഡീഷണൽ നോളജ്. ഓക്കെ, ഇതാണ് ലോർഡ് ഒക്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Find out the chronological order of the following British authorities or persons who took interest in higher education in India. നമുക്കിവിടെ താഴെ ഇന്ത്യയിലെ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ കുറച്ച് ബ്രിട്ടീഷ് അതോറിറ്റീസ് ഓർ പേഴ്സൺസിന്റെ പേര് തന്നിട്ടുണ്ട്.
സോ അവര് ഭരിച്ച ആ ഒരു കാലഘട്ടത്തിനെ ബേസ് ചെയ്തിട്ട് ഓർഡറിലാക്കാനാണ്, ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഓർഡറിലാക്കണമെങ്കിൽ നമുക്ക് അറിയണം അല്ലെ, ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെയാണ് ഭരിച്ചിട്ടുള്ളതെന്ന് അറിയണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയില് ഗവർണർ ജനറൽസ് അല്ലെങ്കിൽ വൈസ്രോയിസ് ആയിരുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അവരുടെ പേരുണ്ട്, അവർ ഭരിച്ച ആ ഒരു കാലഘട്ടം ഉണ്ട്, അതുപോലെ തന്നെ അവര് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്, അപ്പൊ ആ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്, ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളിത് മുഴുവനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതില് ഹയർ എഡ്യൂക്കേഷനിലേക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആരാണോ അവരുടെ പേര്, അവരുടെ ആ ഒരു കാലഘട്ടം, അതുപോലെ തന്നെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് അവർ നൽകിയിരിക്കുന്നത്, അപ്പൊ അത് മാത്രം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അതിന് മാത്രം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ അവര് സ്ഥാപിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസിന്റെ കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് വേറെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് യൂണിവേഴ്സിറ്റീസിനെ അല്ലെങ്കിൽ കോളേജസിനൊക്കെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറിനെ ബേസ് ചെയ്തിട്ട് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ യൂണിവേഴ്സിറ്റി കോളേജസിന്റെ കാര്യം പറയുമ്പോൾ അതൊന്ന് വേറെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഗവർണർ ജനറൽസ് ഓഫ് വൈസ്രോയീസ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാരൻ ഹാസ്റ്റിങ്സ് ആണ്. 1772 തൊട്ടിട്ട് 1785 വരെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. സോ ഹി വാസ് എ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അപ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ചാർട്ടർ ആക്ട് വന്നതിന് ശേഷമാണ് അത് മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. So Warren Hastings ആണ് he commissioned the first English translation of Bhagavad Gita. Bhagavad Gita English translation first commission ചെയ്തത് വാരൻ ഹാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ലോർഡ് കോൺവാലിസ് ആണ്. 1786 തൊട്ടിട്ട് 1793 വരെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. സാൻസ്ക്രിറ്റ് കോളേജ് വാസ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. 1791 ഇന്ത്യയിലെ സാൻസ്ക്രിറ്റ് കോളേജ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഓക്കെ, ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ലോർഡ് കോൺവാലിസിന്റെ കാലഘട്ടത്തിലായിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർ ജോൺ ഷോർ. നെക്സ്റ്റ് വൺ ലോർഡ് വെൽസ്ലെ. അദ്ദേഹം ഭരിച്ചത് 1798 തൊട്ടിട്ട് 1805 വരെയാണ്. സോ ഹി എസ്റ്റാബ്ലിഷ് ദ ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കട്ട 1800. ഓക്കെ, അപ്പോ ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ലോർഡ് വെൽസ്ലെ ആണ്. 1800 ഇത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർ ജോർജ് ബാർലോ. നെക്സ്റ്റ് വൺ ലോർഡ് മിന്റോ വൺ. ഇനി പറയാനുള്ളത് ഇതിന് ശേഷമാണ് 1833 ചാർട്ടർ ആക്ട് വരുന്നത്. ഓക്കെ, ചാർട്ടർ ആക്ട് വരുന്നത് 1833. സോ ചാർട്ടർ ആക്ട് വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി. ഓക്കെ, ഇനി ചാർട്ടർ ആക്ട് വന്നതിന് ശേഷം വന്നിട്ടുള്ള ഗവർണർ ജനറൽസിന്റെ പേരാണ്. ഇനിയുള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോർഡ് വില്യം ബെന്റിക്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ബെന്റിക്കിനെ പറ്റിയിട്ട് അല്ലെ. 1828 മുതൽ 1835 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. ഹി എസ്റ്റാബ്ലിഷ് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835. അദ്ദേഹമാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് 1835 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് ബെന്റിക്സ് പ്രൊക്ലമേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. which aim to promote European literature and science in India and make English the primary language of higher education. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വില്യം ബെന്റിക് എന്ന് പറയുന്നത് അദ്ദേഹം കൂടുതൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്. അതുപോലെ തന്നെ യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസ് ആയിരുന്നു പ്രൊമോട്ട് ചെയ്തത് ഇന്ത്യയിൽ. സോ വില്യം ബെന്റിക് ഇംഗ്ലീഷിനെയാണ് പ്രൈമറി ലാംഗ്വേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വില്യം ബെന്റിക് എന്ന് പറയുന്നത്. അതിനുശേഷം 1835 മുതൽ 36 വരെ ഒരു വർഷക്കാലം ലോർഡ് ചാൾസ് മെറ്റ്കഫെ എന്ന് പറയുന്ന ആളായിരുന്നു. സോ ഹി ഏൺ ദ ടൈറ്റിൽ ലിബറേറ്റർ ഓഫ് ദ ഇന്ത്യൻ പ്രസ് ഫോർ റിമൂവിംഗ് റെസ്ട്രിക്ഷൻസ് ഓഫ് ദി പ്രസ്. ഓക്കെ, ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വന്നതാണ് ലോർഡ് ഓക്ലാൻഡ്. നമ്മൾ ഓക്ലാൻഡിനെ പറ്റി ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. 1836 മുതൽ 42 വരെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഓറിയന്റൽ എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഹി ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് നേറ്റീവ് സ്കൂൾസ്. ഓക്കെ, നേരത്തെ പറഞ്ഞുകൊണ്ട് അധികം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തില്ല കേട്ടോ ഒക്ലാൻഡിനെ പറ്റിയിട്ട്. അപ്പോൾ ഒക്ലാൻഡ് ഉണ്ടായിരുന്നത് 1836 മുതൽ 42 വരെയായിരുന്നു. അതിനുശേഷം ലോർഡ് എലൻ ബൊറോ വന്നു. അതിനുശേഷം ലോർഡ് ഹാർഡിംഗ് വന്നു. സോ ഇതിലൊക്കെ പ്രൊണൗൺസിയേഷൻ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ, അത് നിങ്ങൾ നോക്കണേ. അപ്പോൾ ലോർഡ് ഹാർഡിംഗ് പറഞ്ഞത് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ റൂർക്കി വാസ് ഫൗണ്ടഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് ആണ്. ഈ ഒരു കാലഘട്ടം, അതായത് 1844 മുതൽ 48 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോർഡ് ഡാൽഹൌസി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ വില്യം ബെന്റിക്കിനെ പറ്റി പറഞ്ഞു,
ഒക്ലാൻഡിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞിട്ട് വരുന്നതാണ് ലോർഡ് ഡാൽഹൌസി എന്ന് പറയുന്നത്. സോ അദ്ദേഹം 1848 മുതൽ 1856 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ഹി സ്പിയർ ഹെഡഡ് ദ ചാൾസ് വുഡ് ഡിസ്പാച്ച് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ചാൾസ് വുഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത് വന്നത് ലോർഡ് ഡാൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. സോ ഇത് ഇന്ത്യയിലെ എഡ്യൂക്കേഷന് വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് കൊണ്ടുവന്നത്. ഇറ്റ് ഇനീഷ്യേറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫോർ ദ ഇന്ത്യൻ സിവിൽ സർവീസസ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഡാൽഹൌസിയുടെ കാലഘട്ടത്തിലാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോർഡ് ഡാൽഹൌസി എന്ന് പറയുന്ന ഒരാൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് ലോർഡ് കാനിങ് ആണ്. 1856 ഡാൽഹൌസിക്ക് ശേഷമാണ് കാനിങ് വരുന്നത്. ഓക്കെ, 56 തൊട്ട് 57 വരെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം 3 യൂണിവേഴ്സിറ്റീസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ ഇൻ 1857. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസിന്, അതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുക. 1857 3 യൂണിവേഴ്സിറ്റീസ് ആണ് ആരാ കൊണ്ടുവന്നത്? ലോർഡ് കാനിങ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് തന്നെയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ലെഡ് ടു ദ അബോളിഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ. ആഫ്റ്റർ ദാറ്റ് വൈസ്രോയീസ് വർ അപ്പോയിന്റഡ് ഡയറക്ട്ലി ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഓക്കെ, ഇനി അതിനുശേഷം വന്നിട്ടുള്ളതാണ് ലോർഡ് കാനിങ് തന്നെ. പിന്നെയും 58 തൊട്ട് 62 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ലോർഡ് എൽജിൻ വന്നു, എൽജിൻ 1. ലോർഡ് ലോറൻസ് വന്നു. ലോർഡ് മായോ അദ്ദേഹത്തിന്റെ 1869 മുതൽ 1872 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഹി എസ്റ്റാബ്ലിഷ് മായോ കോളേജ് ഫോർ ദ റോയൽ എലൈറ്റ്. ഓക്കെ, അദ്ദേഹമാണ് മായോ കോളേജ്, അത് രാജസ്ഥാനിലാണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ലോർഡ് മായോ ആണ്. ഓക്കെ, പിന്നെ ലോർഡ് നോട്ട്ബ്രൂക്ക് വന്നു, ലോർഡ് ലിറ്റൺ വന്നു. ഹി ഇംപ്ലിമെന്റഡ് ദ വെർനാക്കുലർ പ്രസ് ആക്ട് ആൻഡ് ദ ആംസ് ആക്ട്. അതിനുശേഷമാണ് ലോർഡ് റിപ്പൺ വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ് ലോർഡ് റിപ്പൺ. 1880 മുതൽ 1884 വരെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഹി റിപ്പീൽഡ് ദ കോൺട്രവേഴ്സ്യൽസ് ആംസ് ആൻഡ് വെർനാക്കുലർ പ്രസ് ആക്ട്. ഹി ഓപ്പൺ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഇൻ 1882. നോട്ട് ചെയ്യാട്ടോ, 1882 പഞ്ചാബ് യൂണിവേഴ്സിറ്റി വന്നു, ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിലാണ്. അലഹബാദ് യൂണിവേഴ്സിറ്റി വന്നു 1887. അതും ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിലാണ്. ഹി അപ്പോയിന്റഡ് ദ ഹണ്ടർ കമ്മീഷൻ 1882 ടു ഇംപ്രൂവ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിൽ 1880 മുതൽ 84 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി, അതുപോലെ ഹണ്ടർ കമ്മീഷൻ വരുന്നത്. ഓക്കെ, ഇയറും നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ലോർഡ് ഡഫ്രിൻ ആണ്. അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള ആളുകളുടെ ഒക്കെ പേരുകളാണ് കേട്ടോ. ലോർഡ് ലാൻസ്ഡോൺ, ലോർഡ് എൽജിൻ 2. അടുത്തത് ലോർഡ് കേഴ്സൺ, അതും ഇമ്പോർട്ടന്റ് ആണ്. 1899 മുതൽ 1905 വരെയാണ് ലോർഡ് കേഴ്സൺ ഉണ്ടായിരുന്നത്. പാസ് ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്, അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ലോർഡ് കേഴ്സൺ അദ്ദേഹം 1899 മുതൽ 1905 വരെയാണ് അദ്ദേഹമാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ലോർഡ് മിൻഡോ 2 വന്നു. ലോർഡ് ഹാർഡിംഗ് 2 ആയിരുന്നു നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. ലോർഡ് ചെംസ്ഫോർഡ് വന്നു. ലോർഡ് റീഡിംഗ്, ലോർഡ് ഇർവിൻ, ലോർഡ് വില്ലിംഗ്ടൺ, ലോർഡ് ലിൻലിത്ഗോ, ലോർഡ് വേവൽ ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. അതിനുശേഷം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. ഓക്കെ, 1947 to 48 ഉണ്ടായിരുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. ഓക്കെ, ഇതൊരു വലിയ ലിസ്റ്റ് ആണ്, പക്ഷെ ഇത് മുഴുവനൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെ പറഞ്ഞില്ലേ, അപ്പൊ അവരെ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പൊ അവര് ഭരിച്ച ആ ഒരു കാലഘട്ടം, അതുപോലെ തന്നെ അവർ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അവർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അതുപോലെ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, അത് വന്നിട്ടുള്ള ഇയറും കൂടി ഒന്ന് പഠിക്കുക കേട്ടോ. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു: ഫൈൻഡ് ഔട്ട് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ബ്രിട്ടീഷ് അതോറിറ്റീസ് ഓഫ് പേഴ്സൺസ് ഹു ടുക്ക് ഇൻട്രസ്റ്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ലോർഡ് കേഴ്സൺ, ലോർഡ് റിപ്പൺ, ലോർഡ് കാനിങ് ആൻഡ് ലോർഡ് ഡാൽഹൌസി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ലിസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ലോർഡ് കേഴ്സൺ ആണ് ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ ലോർഡ് കേഴ്സൺ ലാസ്റ്റ് വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. അപ്പൊ DCBE ആണ് ഓർഡർ ആയിട്ട് വരിക. അതായത് ആദ്യം വന്നിട്ടുള്ളത്, ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ ആദ്യം വന്നിട്ടുള്ളത് ലോർഡ് ഡാൽഹൌസി ആണ്. അതിനുശേഷം ലോർഡ് കാനിങ് വന്നു, പിന്നെ ലോർഡ് റിപ്പൺ വന്നു, പിന്നെ ലോർഡ് കേഴ്സൺ വന്നു. ഓക്കെ, അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്കിനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Arrange the following agencies of educational administration in chronological order in British India. So ബ്രിട്ടീഷ് ഇന്ത്യയിലെ
എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏജൻസീസിന്റെ പേരാണ് തന്നിട്ടുള്ളത്. സോ നമ്മളോട് അത് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ബോർഡ്, ബോർഡ് ഓഫ് ഗവർണേഴ്സ്, കമ്മിറ്റി ഓൺ നേറ്റീവ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ കൗൺസിൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇതിനെ നമ്മൾ ഓർഡർ ചെയ്യാണ് വേണ്ടത്. സോ ഇതിൽ ആദ്യം വരുന്നത് ഓപ്ഷൻ സി ആണ്, കമ്മിറ്റി ഓൺ നേറ്റീവ് എഡ്യൂക്കേഷൻ, അതിനുശേഷം യൂണിവേഴ്സിറ്റി ബോർഡ്, പിന്നീട് വരുന്നത് എഡ്യൂക്കേഷൻ കൗൺസിൽ, ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇംഗ്ലീഷ് Anglican missionary societies were heavily involved in the later part of the education system in the whole of North India has higher teaching of schools and colleges in the 19th century? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ 19th സെഞ്ച്വറിയിൽ നോർത്ത് ഇന്ത്യയിലെ ലേറ്റർ പാർട്ട് ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് മിഷണറി സൊസൈറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ദ ചർച്ച് മിഷണറി സൊസൈറ്റി, ദ ലണ്ടൻ മിഷണറി സൊസൈറ്റി, സൊസൈറ്റി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ ഗോസ്പെൽ, ദ കാംബ്രിഡ്ജ് മിഷൻ ടു ഡൽഹി, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 4ഉം വരുന്നുണ്ട്. ഓക്കെ, അതായത് ഈ 4 ഇംഗ്ലീഷ് ആംഗ്ലിക്കൻ മിഷണറി സൊസൈറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 4ഉം വരുന്നുണ്ട്. ചർച്ച് മിഷണറി സൊസൈറ്റി ഉണ്ട്, ലണ്ടൻ മിഷണറി സൊസൈറ്റി, സൊസൈറ്റി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ ഗോസ്പെൽ ആൻഡ് ദ കാംബ്രിഡ്ജ് മിഷൻ ടു ഡൽഹി. ഓക്കെ, 4ഉം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ ലിസ്റ്റ് 1ൽ നമുക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് ആണ് തന്നിട്ടുള്ളത്, കമ്മീഷന്റെ പേരുകളാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലിസ്റ്റ് 2ൽ റെക്കമെൻഡേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ലിസ്റ്റ് 1ൽ ഹണ്ടർ കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, ഹാർട്ടോ കമ്മിറ്റി, സാർജൻ പ്ലാൻ. സോ ഇവിടെ ലിസ്റ്റ് 1ൽ നമുക്ക് തന്നിട്ടുള്ളതെല്ലാം പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ കമ്മിറ്റീസോ കമ്മീഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഇതിനെ പറ്റിയിട്ടെല്ലാം അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ കമ്മിറ്റീസോ കമ്മീഷൻസ് എന്ന് നമുക്ക് നോക്കാം. അതിനെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എല്ലാം നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പൊ നമ്മളിനി നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ കമ്മിറ്റീസ് ഓർ കമ്മീഷൻസ് ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത് 3 കോളമായിട്ടാണ് ഞാൻ തിരിച്ചിട്ടുള്ളത് കേട്ടോ. നെയിം ഓഫ് ദ കമ്മിറ്റി ഓർ കമ്മീഷൻ ആദ്യത്തെ കോളത്തിലുണ്ട്. രണ്ടാമത്തേൽ ഇയർ ഓഫ് ഡിക്ലറേഷൻ ആണ്, ഏത് വർഷമാണ് വന്നത്. അതിനുശേഷം കീ ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറിയാത്ത പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ആണ്. ഇത് വരുന്നത് 1813 ഈ ചാർട്ടർ ആക്ട് വരുന്നത് 1813 ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്പ്രെഡ് സയന്റിഫിക് നോളജ് എന്നുള്ളതായിരുന്നു. ഓക്കെ, അതിനുശേഷം അതിന്റെ ഭാഗമായിട്ട്, അതായത് ഈ ചാർട്ടർ ആക്ട് വന്നതിന്റെ ഭാഗമായിട്ട് 1817 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ട, ഈ ഒരു ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ട് 1817 വന്നതാണ് ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ട എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി സിൻസ് 2010. 2010 വരെ ഇത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സോ നമ്മൾ നേരത്തെ ഗവർണർ ജനറൽസ് അല്ലെങ്കിൽ വൈസ്രോയ്സിനെ പറ്റി പറഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, യൂണിവേഴ്സിറ്റീസും കോളേജസും ഒക്കെ വരുന്ന ടൈമിൽ അതൊന്ന് വേറൊരു സെപ്പറേറ്റ് ലിസ്റ്റ് ആയിട്ട് എഴുതി വെച്ചോളൂ നല്ലതായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ലിസ്റ്റിലേക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അതായത് 1817 ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ട, അത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആദ്യം. ഓക്കെ, അപ്പൊ അത് വരുന്നത് 1817 ഇതോടെ ഒന്ന് അതിലേക്ക് ആഡ് ഓൺ ചെയ്യുക. ഇനി അടുത്തതെന്ന് പറയുന്നത് 1823 എലിഫൻസ്റ്റൺ റിപ്പോർട്ട് വന്നു. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ റെക്കമെൻഡഡ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് എക്സാമിനേഷൻ ഓഫീസേഴ്സ്, സ്കൂൾ സൂപ്പർവൈസേഴ്സ്, സജസ്റ്റഡ് ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ്. അപ്പൊ ഇതൊക്കെയായിരുന്നു എലിഫൻസ്റ്റൺ റിപ്പോർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലോർഡ് മാക്കുലൈസ് മിനിറ്റ് ആണ്. സോ ഇത് വരുന്നത് 1835 1835 ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് എയിമിംഗ് ടു സ്ട്രെങ്തൻ ദിയർ പൊളിറ്റിക്കൽ അതോറിറ്റി ആൻഡ് ബെറ്റർ ട്രേഡിംഗ് ഇൻ ദ കൺട്രി. ഓക്കെ, അവർ കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ആളുകൾ എന്തറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ദേ ഇൻട്രൊഡ്യൂസ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഈ ഒരു ലോർഡ് മാക്കുലൈസ് മിനിറ്റിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. റിമൂവ് ഏജ് റിലേറ്റഡ് ബയാസസ് ഫോർ എഡ്യൂക്കേഷൻ, ഏജ് റിലേറ്റഡ് ബയാസസ് ഒഴിവാക്കി. ഓക്കെ, ഏജ് എന്നുള്ളതൊരു പ്രശ്നമല്ലാണ്ടായി. ഹി വാസ് ഇൻസ്പയർഡ് ബൈ യൂട്ടിലിറ്റേറിയൻ ഐഡിയാസ്, അതൊന്ന് നോട്ട് ചെയ്യണേ. യൂട്ടിലിറ്റേറിയൻ ഐഡിയാസ്. ഹി പ്രൊമോട്ടഡ് യൂസ്ഫുൾ ലേണിംഗ്. ഓക്കെ,
യൂസ്ഫുൾ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എന്താ പറയുക, ബ്രിട്ടീഷ് ഗവൺമെന്റിന് അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ, നമ്മുടെ നാട്ടിലെ ആളുകളുടെ സഹായം ആവശ്യമാണ് അല്ലെ, ഇന്ത്യയിലെ ആളുകളുടെ സഹായം ആവശ്യമാണ്. പക്ഷെ അവരേനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബാരിയർ എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ആണ്. അപ്പൊ അത് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ സ്കൂൾസും യൂണിവേഴ്സിറ്റീസും എല്ലാം സ്ഥാപിച്ചിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഓക്കെ. They even compel boy students denying girl students to switch over from traditional schools to the English medium school. The educational reformer Rajaram Mohan Roy proposed to the government to strengthen contemporary Sanskrit colleges which were situated at different places like Madras, Calcutta and Banaras and many oriental colleges in the main city of Bengal. അപ്പോൾ ഇവിടെ ഈ ഒരു പേരൊന്ന് ശ്രദ്ധിക്കണേ, രാജാറാം മോഹൻ റോയ്. ഈ ഒരു പോയിന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. മുഴുവനായിട്ട് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വുഡ്സ് ഡിസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ ആണ്. 1854 1854. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സർ Charles Wood, after replacing the earlier Committee of Public Instruction and Council of Education, released Wood's Education Dispatch on 19 July 1854, which is considered as a Magna Carta of the English education. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടത് വുഡ്സ് എഡ്യൂക്കേഷൻ ഡിസ്പാച്ച് ആണ്. ഇത് സർ ചാൾസ് വുഡിന്റെ കാലഘട്ടത്തിലാണ് ഇത് വന്നത്, 1854. It was an important educational document and the main purpose of this dispatch was to make hierarchy in the educational system starting from the primary to university level. Indian education system ഒരു ഹയറാർക്കി കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഒരു വുഡ്സ് എഡ്യൂക്കേഷൻ ഡിസ്പാച്ച്, മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. Suggested setting of 3 universities at Madras, Bombay and Calcutta 1857 for spreading western philosophical thoughts. അപ്പോൾ ഈ വുഡ്സ് ഡിസ്പാച്ച് 1854ന്റെ ഭാഗമായിട്ടാണ്, അത് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെട്ടത്, അതിന്റെ ഭാഗമായിട്ടാണ് 3 യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട. 1857 ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെ 3 യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് വെസ്റ്റേൺ ഫിലോസഫിക്കൽ തോട്ട്സ് ഇവിടെ സ്പ്രെഡ് ചെയ്യുക, അതാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് വുഡ്സ് ഡിസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ 1882 ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്, ഹണ്ടർ കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടത്. ആഫ്റ്റർ ദ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് പീപ്പിൾ വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് നല്ല രീതിയിൽ അവർക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിനുശേഷം അവരെന്തിലേക്ക് കടന്നു? അവർ യൂണിവേഴ്സിറ്റീസും കോളേജസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. In 1882 ലോർഡ് റിപ്പൺ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഗവർണർ ജനറൽസ് പറഞ്ഞപ്പോൾ ലോർഡ് റിപ്പണിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1882 Lord Ripon made a commission under the leadership of W. Hunter. After the successful implementation of the Woods Dispatch, the committee submitted the report in 1883, keeping the following primary objectives. ഇത് കുറേ പോയിന്റ്സ് ഉണ്ട്, പക്ഷെ ഇത് മുഴുവനൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് എന്ന് തോന്നുന്ന മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ 1882 ലോർഡ് റിപ്പൺ ആണ് ഈ ഒരു കമ്മീഷൻ, W. ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. So after the successful implementation of Woods Dispatch ആണ് the committee submitted the report in 1883. Okay. അപ്പോൾ the government should give autonomy to the district. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. The government should give autonomy to the district and municipal boards and they should run primary education on priority basis. Okay. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് കൊടുക്കണം? ഡിസ്ട്രിക്ട് ആൻഡ് മുനിസിപ്പൽ ബോർഡ്സിന് ഓട്ടോണമി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ there should be the establishment of 2 types of high school. One is to prepare students for vocational education and another is to provide literary education. Okay. 2 type of high schools സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്ന് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും മറ്റേത് ലിറ്റററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും. ഓക്കെ. അതൊക്കെയാണ് റെക്കമെൻഡേഷൻ കേട്ടോ, മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്. അടുത്തത് ദ ഗവൺമെന്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ മച്ച് ഇൻ ദ സ്കൂൾ ആൻഡ് കോളേജ് എഡ്യൂക്കേഷൻ. ഗവൺമെന്റ് അധികം സ്കൂൾ ആൻഡ് കോളേജ് എഡ്യൂക്കേഷനിൽ ഇടപെടേണ്ട. ഓക്കെ. ആൻഡ് ഇറ്റ് ഷുഡ് ബി റൺ ബൈ ദ മാനേജ്മെന്റ് എൻകറേജിങ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ സഹായത്തോടെ എന്ത് കൊടുക്കണം? അവർക്ക് ഒരു ഓട്ടോണമി കൊടുക്കണം എന്നാണ് പറഞ്ഞത്, റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ. ദ ഫീമെയിൽ എഡ്യൂക്കേഷൻ ഈസ് ടു ബി എംഫസൈസ്ഡ് വിച്ച് വാസ് നോട്ട് അവൈലബിൾ ഏർലിയർ എക്സെപ്റ്റ് പ്രസിഡൻസി ടൗൺസ്. ഓക്കെ. പ്രസിഡൻസി ടൗണുകളിൽ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? ഫീമെയിൽ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നുള്ളൂ. അപ്പൊ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഈ ഒരു കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുപോലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇയർ 1882 സക്സീഡിങ് അലഹബാദ് യൂണിവേഴ്സിറ്റി ഇൻ 1887. അപ്പോൾ ഈ ഒരു കമ്മീഷന്റെ ഹണ്ടർ കമ്മീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് ആണ് 1882 എന്ത് വരുന്നത്, പഞ്ചാബ് യൂണിവേഴ്സിറ്റി വന്നു. അതുപോലെ തന്നെ അലഹബാദ് യൂണിവേഴ്സിറ്റി 1887 വന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. സോ നമ്മൾ നേരത്തെ ലോർഡ് കേഴ്സിനെ പറ്റി പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വരുന്നത് എന്നുള്ളത് അല്ലെ. അപ്പോൾ ലോർഡ് കേഴ്സൺ വാസ് എ എഡ്യൂക്കേഷണൽ ആർക്കിടെക്ട് ആൻഡ് സോ പയസ് ഇൻ ഇംപ്ലിമെന്റിംഗ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇൻ ഇന്ത്യ. In the year 1902 he appointed a commission under the chairmanship of Sir Thomas Raleigh, keeping in Indian members namely Gurudas Banerjee and Sayyid Hussain Bilgrami to study the condition of universities and recommended measures for improvement. So 1902 ലോർഡ് കേഴ്സൺ അദ്ദേഹം ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് സർ തോമസ് റാലെ, കീപ്പിംഗ് ഇൻ ഇന്ത്യൻ മെമ്പേഴ്സ്. അതിൽ 2 ഇന്ത്യൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഗുരുദാസ് ബാനർജി അതുപോലെ തന്നെ സെയ്ദ് ഹുസൈൻ ബിൽഗ്രാമി. ഓക്കെ, അവരെ അപ്പോയിന്റ് ചെയ്തിട്ട് ഒരു കമ്മീഷൻ സ്ഥാപിച്ചു ടു സ്റ്റഡി ദ കണ്ടീഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഇന്ത്യയിൽ അപ്പോൾ നിലവിലുള്ള യൂണിവേഴ്സിറ്റീസിന്റെ കണ്ടീഷനെ പറ്റി സ്റ്റഡി ചെയ്യാനും അതുപോലെ അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ എന്ത് ചെയ്തത്, ലോർഡ് കേഴ്സൺ അപ്പോയിന്റ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് 1904 എന്ത് വരുന്നത്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വരുന്നത്. ഹി പാസ് ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ഫോർ ദി ഇംപ്രൂവ്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊവൈഡഡ് ആനുവൽ ഗ്രാന്റ് ഓഫ് 5 lakh rupees, റെക്കമെൻഡഡ് സ്ട്രിക്ട് സൂപ്പർവിഷൻ ഓഫ് കോളേജസ്, ഇൻട്രൊഡ്യൂസിംഗ് അഫിലിയേഷൻ കണ്ടീഷൻസ് എക്സെട്ര. അപ്പൊ ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്, ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷനെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 5 ലക്ഷത്തോളം രൂപ ആനുവൽ ഗ്രാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ സ്ട്രിക്ട് സൂപ്പർവിഷൻ ഓഫ് കോളേജസ്, അതുപോലെ തന്നെ അഫിലിയേഷൻ കൊണ്ടുവരിക, യൂണിവേഴ്സിറ്റീസിന്റെയും കോളേജസിന്റെ അഫിലിയേഷൻ ഉണ്ടല്ലോ, അഫിലിയേഷൻ കണ്ടീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ വന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റീസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1902ന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. 1906 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, സെറ്റപ്പ് ബൈ സ്വദേശി നാഷണലിസ്റ്റ് ലീഡേഴ്സ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടീച്ചിങ് ട്രഡീഷൻസ്, കൾച്ചർ, മോറൽസ് അലോങ് വിത്ത് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ യൂണിവേഴ്സിറ്റി ഇൻ ബംഗാൾ. സോ ഇതിന്റെ ഭാഗമായിട്ടാണ്, ഈ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഇൻ ബംഗാൾ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെസൊല്യൂഷൻ ഓൺ എഡ്യൂക്കേഷൻ പോളിസി 1913 ആണ്. റെക്കമെൻഡഡ് എ യൂണിവേഴ്സിറ്റി ഫോർ ഈച്ച് പ്രൊവിൻസ്. ഓരോ പ്രൊവിൻസിലും ഓരോ യൂണിവേഴ്സിറ്റി വേണം എന്നാണ് ഈ ഒരു റെസൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്തത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 1917 കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. ഇറ്റ് ഇസ് നോൺ ആസ് സാഡ്ലർ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, സാഡ്ലർ കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. റെക്കമെൻഡഡ് മെഷേഴ്സ് ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ. വുമൻസ് എഡ്യൂക്കേഷന് ഈ ഒരു കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇൻക്രീസിങ് ഓട്ടോണമി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ടു മാനേജ് ഡേ ടു ഡേ അഫെയർസ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഓട്ടോണമിക്ക് ഈ ഒരു കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ, അതുപോലെ ഡിഗ്രി കോഴ്സസ് ടു ബി 3 years. ഡിഗ്രി കോഴ്സസ് 3 വർഷം കാലാവധിയുള്ളതാക്കണം എന്ന് ഈ ഒരു കമ്മീഷനാണ് റെക്കമെൻഡ് ചെയ്തത്. സെപ്പറേഷൻ ഓഫ് ഓണേഴ്സ് കോഴ്സസ് ഫ്രം റെഗുലർ കോഴ്സസ്. സെറ്റിംഗ് അപ്പ് ഓഫ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, established in 1920 and abolished in 1923. ഓക്കെ, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ സെറ്റിംഗ് അപ്പിനെ പ്രൊമോട്ട് ചെയ്തത് ഈ ഒരു കമ്മീഷൻ ആയിരുന്നു, സാഡ്ലർ കമ്മീഷൻ ആയിരുന്നു. ഇത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1929 വന്ന ഹാർട്ടോഗ് കമ്മിറ്റിയാണ്. സോ ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സർ ഫിലിപ്പ് ഹാർട്ടോഗ് ഇൻ 1929 ആണ്. മെയിൻ പർപ്പസ് ഓഫ് ദിസ് കമ്മിറ്റി വാസ് ടു ഗിവ് മോർ അറ്റൻഷൻ ടു ദ പ്രൈമറി എഡ്യൂക്കേഷൻ, മേക്കിംഗ് ഇറ്റ് ആസ് കമ്പൽസറി ആൻഡ് ഫ്യൂ സെലക്ടഡ് ഡിസർവിംഗ് സ്റ്റുഡൻസ് allowed to go for higher education to the outside if the facilities were not available in local, improving the standard of university education. അപ്പോൾ ഈ ഒരു കമ്മിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് പ്രൈമറി എഡ്യൂക്കേഷൻ, അത് കമ്പൽസറി ആയിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ നടപ്പിലാക്കണം എന്നതിന് ഈ ഒരു കമ്മിറ്റി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അത് ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ട് ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാർട്ടോഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ആണ് വാർഡ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. ഇത് 1937 വരുന്നത്. ഇത് നയി താലിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ന്യൂ എഡ്യൂക്കേഷൻ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അതുപോലെ ബുനിയാദി താലിം എന്ന് പറയുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ എന്നാണ് മീനിങ് വരുന്നത്. സോ ആ പേരുകളിലൊക്കെ ഈ ഒരു സ്കീം അറിയപ്പെട്ടിരുന്നു. 1937 ഇത് വന്നത്. സോ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലേണിംഗ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മെയ്ഡ് എ ഗ്യാപ്പ് among ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ദ ignorant masses in 1937. The investment on primary education was not giving more attention to the poor students. അപ്പോൾ ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വന്നത്. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നല്ലൊരു ഗ്യാപ്പ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ആ എഡ്യൂക്കേഷൻ കിട്ടുന്നവരും കിട്ടാത്തവരുമായിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു. അതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ പോലും കിട്ടാത്ത ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. സോ ഈ വാർധ സ്കീം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി കോൾഡ് എ കോൺഫറൻസ് ഓൺ നാഷണൽ എഡ്യൂക്കേഷൻ അറ്റ് വാർധ വിച്ച് ഹാഡ് ഷെഡ്യൂൾഡ് ഓൺ 22nd and 23rd October 1937. A resolution was made under the presidency of Zakir Hussain. ആ പേര് ശ്രദ്ധിക്കണേ, സക്കീർ ഹുസൈൻ, where he submitted his report with a detailed syllabus in December 1937. സക്കീർ ഹുസൈൻ കമ്മിറ്റി. സോ ഈ ഒരു സ്കീം വരുന്നത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നു സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ വരുന്നത്. ഇതിന്റെ മെയിൻ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത്, കാരണം ഒരുപാട് പൂർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ബേസിക് എഡ്യൂക്കേഷൻ പോലും കിട്ടാത്തതായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ്ങിൽ ആവണം. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ല പറയുന്നത്, മദർ ടങ്ങിൽ ആവണം എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതുപോലെ ക്രാഫ്റ്റ് സെന്റേർഡ് ടീച്ചിങ് ടു ഇൻക്രീസ് എംപ്ലോയ്മെന്റ്, അതുപോലെ എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ ക്രാഫ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അത് പ്രൊവൈഡ് ചെയ്യണം. അത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? പഠിപ്പിന് ശേഷം എംപ്ലോയ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടേക്കിംഗ് കെയർ ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ടീച്ചേഴ്സ്, ഫ്ലെക്സിബിൾ കരിക്കുലം, ഫ്രീ എൻവയോൺമെന്റ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡന്റ്. ഇറ്റ് ലേഡ് സ്ട്രെസ് ഓൺ നോട്ട് ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ് ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഇൻ ദ കരിക്കുലം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാർധ സ്കീമിന്റെ കീഴിൽ വരുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫീച്ചേഴ്സ് ഒന്ന് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1944 വന്നിട്ടുള്ള സർജൻ റിപ്പോർട്ടാണ്. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ടാണ്. ആ രണ്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടാണ്, അതുപോലെ പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് വന്നത് 1944 So report of Surgeon Commission on post-war educational development in India. Okay, അപ്പോൾ ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ബേസിലാണ് പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്സ് ഇന്ത്യയിൽ വന്നത്. In the year 1944, Sir John Surgeon was advisor to the educational development to the Central Advisory Board of Education of the government. He made a scheme which was known as Surgeon Plan. One of the primary goals was to achieve 100% literacy in the country within 14 years. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഇതാണ്. 40 ഇയേഴ്സിന്റെ ഉള്ളിൽ 100% ലിറ്ററസി രാജ്യം അച്ചീവ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു ഒരു ഗോൾ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടായിരുന്നത്. മെയിൻ റെക്കമെൻഡേഷൻസ് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ടീച്ചർ ട്രെയിനിങ്, സ്കോളർഷിപ്പ് ഫോർ നീഡി, ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ്, അക്കാദമിക് സ്കൂൾസ് ആൻഡ് ടെക്നിക്കൽ സ്കൂൾസ്, അക്കാദമിക് ആയിട്ടുള്ള സ്കൂൾസും വേണം, ടെക്നിക്കൽ ആയിട്ടുള്ള സ്കൂൾസും വേണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ബോഡി ലൈക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മിറ്റി ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മിറ്റിയെ പോലെ ഒരു ബോഡി, അതായത് ഇപ്പൊ നമുക്കത് ഉള്ളതാണ് UGC എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ അതുപോലെ ഒരു ബോഡി നമ്മുടെ ഇന്ത്യയിലും വേണം എന്ന് ഈ ഒരു റെക്കമെൻഡ് ചെയ്തത് ഈ ഒരു കമ്മിറ്റി ആയിരുന്നു. ഓക്കെ, ഫോർ കോർഡിനേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ്, ഡിഗ്രി കോഴ്സ് ടു ബി 3 years, സെലക്റ്റീവ് എൻട്രി ടു കോഴ്സസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തത് സർജൻ കമ്മിറ്റിയാണ്. ഓക്കെ, സർജൻ കമ്മീഷന്റെ ബേസിൽ സർജൻ റിപ്പോർട്ടിലാണ് ഇത്രയും റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോ എന്താ പറയുക, പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഒരുപാട് കമ്മിറ്റി ആൻഡ് കമ്മീഷൻസിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 മെയിൻ ആയിട്ട് ഹണ്ടർ കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, ഹാർട്ടോ കമ്മിറ്റി, സർജൻ പ്ലാൻ ഇങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ഫസ്റ്റ് വൺ, യൂണിവേഴ്സിറ്റി ടെക്നോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് പ്രൊവൈഡിങ് ഫോർ റിസർച്ച് ആൻഡ് ടീച്ചിങ്. സോ അത് വരുന്നത് 4th ആണ്, സർജൻ പ്ലാനുമായിട്ടാണ്. ഓക്കെ, സർജൻ പ്ലാൻ ആണ് യൂണിവേഴ്സിറ്റി ടെക്നോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡിങ് ഫോർ റിസർച്ച് ആൻഡ് ടീച്ചിങ് എന്നുള്ള റെക്കമെൻഡേഷൻ വരുന്നത്. അടുത്തത് വിഡ്രോവൽ ഓഫ് ഗവൺമെന്റ് സപ്പോർട്ട് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ വരുന്നത് ഹണ്ടർ കമ്മീഷനുമായിട്ടാണ്. ഓക്കെ, ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്നുള്ളത് വിഡ്രോ ചെയ്യണം എന്നുള്ളത്, കുറച്ചുകൂടി ഓട്ടോണമി കൊടുക്കണം എന്നുള്ളത് ഹണ്ടർ കമ്മീഷൻ റിലേറ്റഡ് ആണ്. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് മോഫസൽ കോളേജ് ഇൻ റൂറൽ ഓർ പ്രൊവിൻഷ്യൽ ഏരിയ ഓഫ് ഇന്ത്യ ഇൻ ടു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ്, അത് വരുന്നത് സാഡ്ലർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആയിട്ടാണ്. അതുപോലെ എൻറിച്ച്മെന്റ് ഓഫ് കോളേജ് ലൈബ്രറീസ് ആൻഡ് കോൺസെൻട്രേഷൻ ഓൺ ഓണേഴ്സ് കോഴ്സസ് ഇൻ സെലക്ടഡ് സെന്റേഴ്സ് എന്നുള്ളത് വരുന്നത് ഹാർട്ടോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സിൽ ഇതിൽ ഇല്ലാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊന്നും അതിലേക്ക് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ 6th ക്വസ്റ്റ്യൻ.
ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. ഇതും കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിസ്റ്റ് 1 കുറച്ച് കമ്മീഷൻസ് ആണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 മേജർ റെക്കമെൻഡേഷൻസ് തന്നിട്ടുണ്ട്. മാച്ച് ചെയ്യാണ് വേണ്ടത്. ലിസ്റ്റ് 1 തന്നിട്ടുള്ളത് നോളജ് കമ്മീഷൻ, കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ പ്രീ ഇൻഡിപെൻഡൻസ്, ഹണ്ടർ കമ്മീഷൻ ആൻഡ് ഡി കോത്താരി കമ്മീഷൻ. ഇതിൽ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിട്ടുള്ള കമ്മീഷനാണ്. അത് നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കമ്മീഷൻസിനെ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഇനി മേജർ റെക്കമെൻഡേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഗ്രാൻസ് ഫോർ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്മെന്റ് ഓഫ് ടീച്ചിങ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ലെവൽ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് 50 നാഷണൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് സെറ്റിംഗ് അപ്പ് എ യൂണിവേഴ്സിറ്റി ഇൻ ബംഗാൾ. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് വൺ ഗ്രാൻഡ് ഫോർ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹണ്ടർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആണ്. അതുപോലെ ഇംപ്രൂവ്മെന്റ് ഓഫ് ടീച്ചിങ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ലെവൽ എന്ന് പറയുന്നത് കോത്താരി കമ്മീഷന്റെ ആണ്. അതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് 50 നാഷണൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് നോളജ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആണ്. സെറ്റിംഗ് അപ്പ് എ യൂണിവേഴ്സിറ്റി ഇൻ ബംഗാൾ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ പ്രീ ഇൻഡിപെൻഡൻസ് അതിന്റെ റെക്കമെൻഡേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതും അറിയാത്ത പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ആംഗ്ലോ ഇന്ത്യൻ വിദ്യാലയ ഒരു കോളേജ് വാസ് ഫൗണ്ടഡ് ഇൻ കൽക്കട്ട ഇൻ 1816 ബൈ ആരാണ് അത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ആംഗ്ലോ ഇന്ത്യൻ വിദ്യാലയ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നാണ് ചോദിക്കുന്നത്. വന്നത് 1816 കേട്ടോ. അപ്പൊ ആരാ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറീസ്, ലോക്കൽ ഗവൺമെന്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ദ പീപ്പിൾ ഓഫ് കൽക്കട്ടയാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പീപ്പിൾ ഓഫ് കൽക്കട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇൻ ഇന്ത്യ ട്രൈഡ് ടു എസ്റ്റാബ്ലിഷ് എ യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. എഡ്യൂക്കേഷൻ കൗൺസിൽ ഇൻ ഇന്ത്യ. ഓക്കെ, ബംഗാൾ പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി, ഇൻ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ബംഗാൾ പ്രസിഡൻസി ആണ്. സോ ദ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട ഇൻ 1857, മാർക്കിംഗ് ഇറ്റ് സിഗ്നിഫിക്കന്റ് എഫേർട്സ് ടു പ്രൊമോട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദാറ്റ് റീജിയൻ. Other presidencies were involved later, but Bengal was the first focus for university establishment. Okay, ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ബംഗാളിലാണ്. 1857 ആ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following was not part of the triad of first 3 universities established in 1857? നമ്മളിപ്പോൾ ഒരുപാട് വട്ടം അത് പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് 1857 വന്നത്? ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ് ആണ് അല്ലെ. അപ്പോൾ ഇതിൽ പെടാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അലഹബാദ് ആണ്. അലഹബാദ് യൂണിവേഴ്സിറ്റി വാസ് ഫൗണ്ടഡ് ലേറ്റർ ഇൻ 1887, നോട്ട് ഇൻ 57. ഓക്കെ, 87 അലഹബാദ് യൂണിവേഴ്സിറ്റി വരുന്നത്. 57 വന്നത് ബോംബെയും കൽക്കട്ട ആൻഡ് മദ്രാസ് യൂണിവേഴ്സിറ്റീസ് ആണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.